ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം 72-ാം ദശകം. അക്രൂരാഗമനം. സംസോധനാരദഗിരാവ്രജവാസിനം ത്വാമാകർണ്യ ദീർണഹൃദയ സതുകാന്തിനേയം ആഹൂയ കാമുകമഖച്ചലതോ ഭവന്തമാനേതുമേന മഹിനോ ദഹിനാഥശായിൻ അക്രൂരയേഷ ഭവദംഘ്രിപരിസ്ഥിരായ ത്വദ്ദർശനാക്ഷമമനാഹ ക്ഷിതിപാലഭീത്യ തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്വാമാനന്ദഭാരമതിഭൂരിതരം വഭാര സോയം രഥേന സുകൃതീ ഭവതോ നിവാസം ഗച്ഛന്മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥിന കിഞ്ചിദപി വ്യജാനാത് ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയം കിം വക്ഷ്യതേ സകലു മാം കൊനു വീക്ഷിതസ്യാദിത്തം നിനായ സഭവന്മയമേവ മാർഗം ഭൂയക്രമാദഭിവിശൻ ഭവദംഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ചസുരാഭിവന്ദ്യം ആനന്ദമഗ്നൈവ ലഗ്നൈവ പ്രമോഹേ കിം കിം ദശാന്തരമവാപനപങ്കജാക്ഷ പശ്യന്നവന്തത ഭവദ്വിഹൃതി സ്ഥലാനി വാം സുഷ്വേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തഥാപി ജാതാ ഏവം തു ഭക്തിതരളാഃ വിരളാഃ പരാത്മൻ സായം സദോ ഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസുതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവനസന്നിധിമന്വയാസീത് താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്ദ ബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്ദം സായന്തനാപ്ലവവിശേഷ വിവിക്തഗാത്രോ ദോപീതനീലരുചിരാംബരലോഭനീയോ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷോ മന്ദസ്മിതാർദ്രവദനോ സയുവാം ദദർശ ദൂരാധൃതാ സമവരുഹ്യ നമന്ദമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമഥോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാകുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥ ഗൃഹാന്നിനേഥ നന്ദേന സാഗമമിത ആദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യവാർത്താം ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിനിഹതേന നിശാമനൈഷീഃ ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേണു രാധാഗൃഹേണു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥപായാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 72. അക്രൂരാഗമനം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 38-ാം അധ്യായമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് പറയാണ്: കംസോധനാരദഗിരാവ്രജവാസിനം ത്വാം ആകർണ്യ ദീർഘഹൃദയ സതുഗാന്ധിനേയം ആഹൂയ കാർമുകമഖച്ഛലതോ ഭവന്തം ആനേതുമേന മഹിനോ ദഹിനാഥശായിൻ. അഹിനാഥശായിൻ. ശേഷശയ്യയിൽ പള്ളികൊള്ളുന്നവനെ, പിന്നീട് നാരദൻ്റെ വാക്ക് കേട്ട് അങ്ങ്
നന്ദഗോപഗൃഹത്തിൽ വസിക്കുന്നു എന്നറിഞ്ഞ് മരണഭയം കൊണ്ട് തകർന്ന ഹൃദയത്തോടുകൂടിയവനായ കംസൻ അക്രൂരനെ വിളിച്ചു വരുത്തി, മധുരയിൽ ധനുർയാഗം തുടങ്ങിയിരിക്കണു, അത് കാണാനായിക്കൊണ്ട് പോരണം എന്ന ഉപായവാക്ക് പറഞ്ഞ് അങ്ങയെ വ്യാജേന കൂട്ടിക്കൊണ്ടുവരാനായി അക്രൂരനെ പറഞ്ഞയച്ചു. മയപുത്രനായ വ്യോമൻ്റെ വധത്തിന് ശേഷം ശേഷശായിയായ ഭഗവാൻ കൃഷ്ണനും അനന്തനായ ബലരാമനും ഗോകുലത്തിൽ വസിക്കുന്നുണ്ട് എന്ന് നാരദനിൽ നിന്ന് അറിഞ്ഞ കംസൻ ഭയപ്പെട്ട് അക്രൂരനെ വിളിച്ചു ധനുർയാഗം കാണാനായി അവരെ രണ്ടുപേരെയും തേരിലേറ്റി കൊണ്ടുവരാൻ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. അക്രൂര യേഷ ഭവദംഘ്രിപരശ്ചിരായ. പരമഭക്തനായ അക്രൂരൻ വളരെ കാലമായി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കംസനെ ഭയന്ന് അങ്ങയെ കാണാൻ വന്നില്ല. ഇപ്പോൾ കംസൻ്റെ ആജ്ഞയനുസരിച്ച് അങ്ങയെ കാണാനായിക്കൊണ്ട് ഉത്സാഹത്തോടെ ഏറ്റവും വലിയ ആനന്ദം അനുഭവിച്ചു. സോയം രഥേന സുഹൃതീ ഭവതോ നിവാസം. തേരിൽ കയറി ഗോകുലത്തിലേക്ക് പോകുന്നതായ സുഹൃതിയായ അക്രൂരൻ അങ്ങയെക്കുറിച്ചുള്ള ചിന്തകളെ ആസ്വദിച്ചുകൊണ്ടും കംസൻ്റെ ഭൃത്യനായതുകൊണ്ട് തനിക്ക് ദർശനം കിട്ടാതിരിക്കുമോ എന്ന ഭയം കൊണ്ട് ഈശ്വരനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടും പോകുമ്പോൾ വഴിയിലുള്ള യാതൊന്നും അറിഞ്ഞില്ല, ഒന്നും കണ്ടില്ല. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം. ഞാൻ വളരെ വേദവാക്യങ്ങളാൽ വർണ്ണിക്കപ്പെട്ട സ്വരൂപത്തോടു കൂടിയവനായിരിക്കുന്ന പുരുഷനെ, ആ ഭഗവാനെ ദർശിക്കുമോ? അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹം എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ? എവിടെ വെച്ചാണ് എനിക്ക് ആ കൃഷ്ണനെ കാണാൻ സാധിക്കുക? അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്ത് അക്രൂരൻ വൃന്ദാവനത്തിലെത്തി. ഹേ പങ്കജാക്ഷ, അങ്ങയുടെ തൃപ്പാദങ്ങളാൽ പരിശുദ്ധവും ശിവൻ, ബ്രഹ്മാവ്, മറ്റു ദേവന്മാരാൽ വന്ദിക്കപ്പെടുവാൻ യോഗ്യമായിരിക്കുന്ന വൃന്ദാവനത്തിൽ പ്രവേശിച്ച അക്രൂരൻ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും മോഹാലസ്യത്തിൽപ്പെട്ടവനെ പോലെയും ഏതേത് അവസ്ഥകളെ അനുഭവിച്ചില്ല. അക്രൂരൻ ആശ്ചര്യാദി സകല അവസ്ഥകളെയും അനുഭവിച്ചു. പശ്യന്നവന്ദത ഭവദ്വിഹൃതി സ്ഥലാനി. അക്രൂരൻ അങ്ങയുടെ ക്രീഡാസ്ഥലങ്ങളെ കണ്ടപ്പോൾ വന്ദിച്ചു. അങ്ങയുടെ തൃപ്പാദങ്ങൾ പതിഞ്ഞ പൊടിമണ്ണിൽ വീണ് ഉരുണ്ടു. എന്തിനു പറയണു, അക്കാലത്ത് ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. അക്രൂരനെ പോലെ ഭക്തിയുള്ളവർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി. അക്രൂരൻ സന്ധ്യാസമയത്ത് അങ്ങയുടെ ചരിതാമൃതത്തിൻ്റെ പ്രവാഹമാകുന്ന കർണരസായനം ഒഴുകുന്ന ഗോപഗൃഹങ്ങളെ കണ്ടുകൊണ്ട് ആനന്ദനദിയിൽ ഒഴുകിപ്പോകുന്നവനോ എന്ന് തോന്നും വിധം നടന്ന് അങ്ങയുടെ ഗൃഹത്തിൻ്റെ അടുത്തെത്തി. താവദ്ദർശ പശുദോഹ വിലോകലോലം. എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ അങ്ങയുടെ സന്നിധിയിലെത്തിയപ്പോൾ ഈ അക്രൂരൻ പശുവിനെ കറക്കുന്നത് നോക്കിക്കാണാൻ കൊതിപൂണ്ടു നിൽക്കുന്നവനും പരമഭക്തനായ അക്രൂരൻ്റെ വരവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനോ എന്ന് തോന്നും വണ്ണം ബലഭദ്രനോടുകൂടി ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ബ്രഹ്മാസ്വാദര സാർണവത്തെ പുറത്ത് പ്രകാശിപ്പിക്കുന്നവനോ എന്ന് തോന്നും വണ്ണം പ്രശോഭിക്കുന്നവനുമായ കൃഷ്ണനെ കണ്ടു. അക്രൂരൻ കണ്ട രാമകൃഷ്ണന്മാരുടെ മനോഹര രൂപം വർണ്ണിക്കുന്നു. സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. സന്ധ്യാസ്നാനം കൊണ്ട് അത്യന്ത നിർമ്മലമായ ശരീരത്തോടു കൂടിയവരും മനോഹരമായ മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞതുകൊണ്ട് അതിസുന്ദരന്മാരും
വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം അണിഞ്ഞ് സുന്ദര രൂപം പൂണ്ടവരും പുഞ്ചിരിത്തൂവമൃതിൽ കുതിർന്ന മുഖമുള്ളവരും ആയ നിങ്ങളിരുവരെയും ആ രാമകൃഷ്ണന്മാരെ അക്രൂരൻ കണ്ടു. ദൂരാദ്രഥാത് സമവരുഹ്യ സമന്തമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാന്നിനേഥ. പിന്നീട് അങ്ങ് അകലെ വച്ച് തേരിൽ നിന്നിറങ്ങി നമസ്കരിക്കുന്ന പരമഭക്തനായ ഈ അക്രൂരനെ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടെ പുണർന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് കുശലം ചോദിച്ച് പിന്നീട് കൈപിടിച്ച് ബലരാമനും ഒന്നിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്ദേന സാഗമമിതാദരമർച്ചയിത്വാ. ആ യാദവനെ അക്രൂരനെ അളവറ്റ ആദരവോടെ നന്ദഗോപരുമൊരുമിച്ച് പൂജിച്ച് അക്രൂരൻ പറഞ്ഞ വൃത്താന്തം, അതായത് കംസൻ ധനുർയാഗം നടത്താൻ പോകുന്നു എന്ന കഥ കേട്ട് രാജകൽപ്പന, എല്ലാവരും യാഗത്തിന് വരണം എന്ന ആ രാജകൽപ്പന ഗോപജനങ്ങളിൽ വിളംബരം ചെയ്ത് സ്വഗൃഹത്തിൽ അക്രൂരനോട് പലതും പറഞ്ഞുകൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബദ ഇതി പ്രമദാഭിരുച്ചൈഃ ആശങ്കിതോ നിശി മരുൽപുരനാഥപായാഃ. വഞ്ചകൻ കൃഷ്ണൻ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ അഥവാ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ രാധയുടെ ഗൃഹത്തിലാണോ മിത്രവിന്ദയുടെ ഗൃഹത്തിലാണോ പാർത്തു വിളംബിക്കുന്നത്? രാത്രിയിൽ ഗോപസുന്ദരികളാൽ ഇങ്ങനെ അത്യധികം ശങ്കിക്കപ്പെട്ടവനായ അങ്ങ് ശ്രീ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കുമാറാകണമേ. അക്രൂരൻ വന്ന ദിവസം ഭഗവാൻ അക്രൂരനോടൊപ്പം ആ രാത്രി പല കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു. ഗോപസ്ത്രീകളുടെ അടുത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഓരോ ഗോപസ്ത്രീകളും ഭഗവാന് എവിടെയായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ചതിയനായ ഭഗവാൻ ചന്ദ്രാഗൃഹത്തിലോ ചന്ദ്രഭഗാഗൃഹത്തിലോ രാധാഗൃഹത്തിലോ മിത്രവിന്ദയുടെ ഗൃഹത്തിലോ എവിടെയാണ് ഈ രാത്രി കഴിച്ചുകൂട്ടുന്നത്? ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഗോപികമാരാൽ സംശയിക്കപ്പെടുന്ന ഭഗവാൻ എൻ്റെ രോഗങ്ങൾ മാറ്റി രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കുന്നു. കംസന് അശരീരി വാക്ക് കേട്ട അന്നു മുതൽ മരണഭയമുണ്ട്. ദേവകിക്കുണ്ടായ ഓരോ കുട്ടികളെയും നിഷ്കരുണം വധിച്ചു. യോഗമായാദേവി നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, തിരഞ്ഞു കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തൻ്റെ ഓരോ ഭൃത്യരെയും വിട്ട് കൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ കൃഷ്ണൻ അവരെയെല്ലാം വധിച്ചു. ശേഷശായിയായ ഭഗവാൻ കൃഷ്ണനും അനന്തനായ ബലരാമനും ഗോകുലത്തിൽ വസിക്കുന്നുണ്ട് എന്ന് നാരദനിൽ നിന്ന് അറിഞ്ഞ കംസൻ ആ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് വരുത്തി അവരെ വധിക്കാൻ തീരുമാനിച്ചു. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വിശ്വസ്തനായ ഒരാളെ പറഞ്ഞയക്കണം. അപ്പോഴാണ് അക്രൂരനെ കുറിച്ച് ഓർത്തത്. അക്രൂരൻ ചെന്ന് വിളിച്ചാൽ അവർ വരാതിരിക്കില്ല. ധനുർയാഗം തുടങ്ങിയിരിക്കുന്നു, അത് കാണാൻ എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ വധിക്കാമെന്ന് തീരുമാനിച്ച് അക്രൂരനെ പറഞ്ഞയക്കണം. കാണും കണ്ണനെ ഞാൻ നമിക്കുമമിതാനന്ദത്തിലാറാടിടും പേർത്തും മെയ്യുടണച്ചു പുൽകിടുമുടൻ മോചിക്കുമെന്നിങ്ങനെ നീയന്നോർത്തതുപോലെ വൈഷ്ണവ ശിരോരത്നം പിതൃവ്യൻ സ്തുതിച്ചെത്തുമ്പോൾ ബലനോടുകൂടി അവനെ പൂജിച്ചു മോദിച്ചു താൻ. പരമഭക്തനായ അക്രൂരൻ ഭഗവാനെ കാണാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. കംസനെ പേടിച്ചു പോവാൻ സാധിച്ചില്ല. ഇപ്പോൾ ദാ കംസൻ തന്നെ കൽപ്പിച്ചിരിക്കുന്നു ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ. ഈശ്വരനെ കാണിച്ചു തരുന്ന ആളാണ് ഗുരു. ഇപ്പോൾ കംസൻ തൻ്റെ ഗുരുവാണ്. ദുഷ്ടനാണെങ്കിലും
എന്നോട് കരുണ കാണിച്ചിരിക്കണു. കംസനോട് അക്രൂരൻ മനസ്സിൽ നന്ദി പറഞ്ഞു. ഭഗവാനെ കാണാൻ പോകുന്ന അക്രൂരൻ്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടി. ഭഗവാനെ കണ്ടു, വന്ദിച്ചു, ആലിംഗനം ചെയ്തു, സംസാരിച്ചു, തൻ്റെ ആഗ്രഹം സാധിച്ചു. അക്രൂരൻ നിഷ്കളങ്ക ഭക്തനാണ്. നിഷ്കളങ്ക ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമുക്കും മരണഭയമുണ്ട്. അതില്ലാതാക്കാൻ ആ നാശരഹിതനായ നിത്യനായ ആ ഭഗവാനെ ആശ്രയിക്കണം. സദാ ഭഗവത് സ്മരണ വേണം. ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുമ്പോൾ ആ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. നിഷ്കളങ്ക ഭക്തി തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. ആ ഭഗവാനെ അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.